നമസ്കാരം. അവർ ടി വി 24/7 സിനിമാ വിശേഷങ്ങളിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തുടരുമെന്ന മലയാള സിനിമയുടെ നമ്മുടെ UAE-യിൽ നിന്ന് ആ സിനിമയുടെ ഭാഗമായ കലാകാരന്മാരോടൊപ്പമാണ്. അവരെ നമുക്ക് പരിചയപ്പെടാം. തുടരുമെന്ന സിനിമ മെഗാ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ചിത്രമാണ് തുടരും. അപ്പോൾ നമുക്ക് അവരിലേക്ക് പോകാം. ഓരോ കാര്യങ്ങളും അവരിൽ നിന്ന് അറിയാം. നമസ്കാരം. നമസ്കാരം. അപ്പം നമുക്ക് ആദ്യം സുമേഷ് ഭായി എന്നോടൊപ്പം ഉള്ള സുമേഷ് ഭായിയോട് തന്നെ ചോദിക്കാം. സുമേഷ് ഭായി എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. ഷോർട്ട് ഫിലിമും പിന്നെ അതുപോലെ തന്നെ ആൽബം, സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഭ്രമമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. ഉറപ്പായിട്ടും ഞാൻ ആ ചിത്രം കണ്ടു, തുടരും. മനോഹരമായ നിങ്ങളുടെ ആ പോർഷൻ വളരെ സുന്ദരമായി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തപ്പെട്ടത്? അതാണ് എനിക്കറിയേണ്ടത്. സിനിമയിലേക്ക് എത്തപ്പെട്ടത് തീർച്ചയായിട്ടും തരുൺ സാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ അനുഗ്രഹം തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് നമുക്ക് അവസരം തന്നത്. പക്ഷേ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ, തരുൺ സാറിൻ്റെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. അതിൻ്റെ പേര് പ്യൂപ്പ എന്നാണ്. പ്യൂപ്പ ആക്ടിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ അത് വെറും ആക്ടിംഗ് വർക്ക്ഷോപ്പ് മാത്രമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. അതിൽ നമുക്ക് മെഡിറ്റേഷനും മ്യൂസിക്കും ഒക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമ്മളിൽ, അതായത് ബിഫോർ ഒരു പേഴ്സൺ പ്യൂപ്പയിൽ പോവുകയാണെങ്കിൽ ബിഫോർ പ്യൂപ്പ ആഫ്റ്റർ പ്യൂപ്പ എന്ന് കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് തന്നെയായാലും നമ്മുടെ സൊസൈറ്റിയിൽ നിന്നായാലും നമ്മുടെ ഇതുവരെയുള്ള ലൈഫ് പ്രോസസ്സിൽ നിന്നായാലും ഒരുപാട് ബേർഡൻസ് അല്ലെങ്കിൽ ഒരുപാട് ബ്ലോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ ഏറ്റവും അടുത്ത് ഉള്ള ഒരാൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ എനിക്കൊരു ലവ് റിലേഷൻഷിപ്പ് ബ്രേക്കായി, അല്ലെങ്കിൽ വേറെ എന്ത് തരത്തിലുള്ളായാലും ചെറിയ തരത്തിൽ അത് നമ്മൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പിന്നിന്ന്. അപ്പോൾ ഈ ബ്ലോക്ക് ഉള്ളിടത്തോളം കാലം നമുക്ക് എന്നിലെ ഒരു ബെസ്റ്റ് ആക്ടറിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും? ഒരിക്കലും പോസിബിൾ അല്ല. നമ്മൾ റിലാക്സ് ആവില്ല. നമ്മൾ എത്ര ഇതായാലും നമ്മൾ മനസ്സിലൂടെ 10,000 കാര്യങ്ങൾ കടന്നു പോകും. അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കൂടെ കടന്നു പോകും. കോൺഫിഡൻസ് ലൂസാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ കംപ്ലീറ്റ് അടിച്ച് ഉടച്ച് വാർക്കുന്ന ഒരു പ്രക്രിയ, ഒരു സംഭവം ആ പ്യൂപ്പയിലുണ്ട്. അത് പ്യൂപ്പ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. സത്യം പറയുക, ശരിക്കും ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല ഞാൻ മുന്നേ, ബിഫോർ പ്യൂപ്പ. പക്ഷേ ഇപ്പോൾ ആഫ്റ്റർ പ്യൂപ്പ ഒരു 10,000 പേരുണ്ടെങ്കിലും വളരെ കൂളായിട്ട് അവരെ പോയി ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് പ്യൂപ്പ തന്നിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് തന്നെയാണ് അതും ലാലേട്ടൻ എന്ന് പറയുമ്പോൾ, നടന വിസ്മയം ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ ലാലേട്ടനൊപ്പം ഒരു ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ടെൻഷൻ പിടിച്ച പണി തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തിന് ആദ്യം കാണുമ്പോൾ തന്നെ കണ്ണിൽ ഒരു ഇരുട്ട് കയറിയ അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി എനിക്ക് പ്യൂപ്പയിൽ കിട്ടിയ ചില ടെക്നിക്സ്, ചില ടിപ്സ് ഭയങ്കരമായിട്ട് അത് എന്നെ അവിടെ ഹെൽപ്പ് ചെയ്തു. അവിടെ ലാലേട്ടനും ആസ് എ ക്യാരക്ടർ, ഞാൻ ആസ് എ ക്യാരക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരാനും എൻ്റെ ക്യാരക്ടറിനെ എനിക്ക് ബിൽഡപ്പ് ചെയ്യാനൊക്കെയുള്ള ഒരു സ്പേസ് പ്യൂപ്പയാണ് തന്നത്. പ്യൂപ്പയോടും നന്ദി പറയുന്നു, തരുൺ സാറിനോട് നന്ദി പറയുന്നു. ഇവിടെ പ്യൂപ്പ പ്രാവർത്തികമാക്കിയ ഗ്ലോബൽ ഡ്രൈവ് ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഷിയാസിക്കയുടെ ഗ്ലോബൽ ഡ്രൈവ് ഇവൻറ്റ്സ് പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഷിയാസിക്ക ഇവിടെ പ്യൂപ്പ കൊണ്ടുവന്ന് അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമായിരുന്ന ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയി പോയേനെ. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഇത്രയും ഏകദേശം ഒരു 3 പ്രാവശ്യം ഇവിടെ പ്യൂപ്പ വന്നതിൽ 3 പ്യൂപ്പയും ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തു. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിൻ്റെ ബലത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെയുണ്ട്. ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നോട് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഗിഫ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ, ഒരു സമ്മാനം, സ്നേഹ സമ്മാനം, അതാരും ആയിക്കോട്ടെ, അത് കൊടുക്കാൻ പറ്റിയ ഒരു സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ അത് പ്യൂപ്പയാണെന്ന് ഞാൻ പറയും. കാര്യം അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ പ്യൂപ്പ നടക്കുമ്പോൾ എൻ്റെ മകനെ, അവൻ 10ാം ക്ലാസ്സിലാണ്, അവൻ്റെ വെക്കേഷൻ ടൈമിന് ഞാൻ പ്യൂപ്പയ്ക്ക് അയച്ചു. അവൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോഴും ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം അവൻ സ്കൂളിൽ പല ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്, സ്കൗട്ടിലുണ്ട്, അങ്ങനെ പല സംഗതികളും ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് പോയിന്റിൽ അവനൊരു എക്സിബിഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യുമ്പോൾ 10-20 കുട്ടികളുണ്ട്. അവിടെ പ്രസൻറ്റേഷൻ കൊടുക്കണം. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആരും മുന്നോട്ട് വരുന്നില്ല. ഇവൻ എന്നോട് പറഞ്ഞതാണ്, അച്ഛാ ഞാൻ പ്യൂപ്പ കഴിഞ്ഞല്ലേ, ബട്ടർഫ്ലൈ അല്ലേ, വാട്ട് പ്രോബ്ലം? പോയി അവൻ പ്രസൻറ്റ് ചെയ്തു. ഫുൾ എല്ലാവരുടെയും കൈയടി മേടിച്ച് ഫുൾ മാർക്കും സ്കോർ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ വരുന്നത്. അപ്പോൾ ഞാൻ പറയണത്,
പ്യൂപ്പ എന്ന് പറയുന്നത് വെറും ആക്ടിംഗ് വർക്ക്ഷോപ്പ് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്കിനെ മാറ്റി ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് പേഴ്സണെ പുറത്തേട്ട് ചാടിക്കണ ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. അതാണ് പ്യൂപ്പയുടെ പവർ. ആ പ്യൂപ്പയുടെ ഒരു പവറിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സീനിൽ അവതരിപ്പിക്കാനും പങ്കെടുക്കാനും ഒക്കെ സാധിച്ചത് ഇതൊരു ഗ്രേറ്റ് ബ്ലെസ്സിങ് കൂടിയാണ്. താങ്ക് ടു പ്യൂപ്പ, താങ്ക് ടു തരുൺ സാർ, താങ്ക് ടു ഷിയാസിക്ക ഫോർ ഗിവിങ് ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, താങ്ക് യു സുമേഷ് ഭായ്, ഇത്രയും വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞതിന്. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. എന്താണ് എക്സ്പീരിയൻസ് എന്നും എങ്ങനെയാണ് അവിടെ എത്തിയെന്നും അറിയാം. ഓക്കെ, സൈഫുദ്ദീൻ നമസ്കാരം. നമസ്കാരം. സൈഫുദ്ദീൻ എൻ്റെ എന്താണ് സിനിമയോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ സിനിമയിലോട്ട് എത്തിയത് എങ്ങനെയാണ്? എൻ്റെ ഒരു 1999 2000 കാലഘട്ടത്തിൽ ആണ് ഞാൻ ഫസ്റ്റ് ഒരു ഈ പല ആൾക്കാരും പിന്നെ സിനിമയിലേക്ക് വരുന്ന, ഇപ്പോൾ ദിലീപ് അതുപോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിലേക്ക് വരുന്നത് കണ്ട്, അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് എന്തുകൊണ്ട് സിനിമയിലേക്ക് വന്നുകൂടാ എന്ന് ആഗ്രഹിച്ച് അങ്ങനെ പിന്നെ എൻ്റെ ഒരു 19-ാം വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് കൊച്ചിയിലേക്ക് പിന്നെ ഒരു ടെലിഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആഡ് കണ്ടിട്ട് അങ്ങനെ പോയത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, അഭിനയിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മളൊരു പിന്നെ ഈ മേഖലയിലേക്ക് കടന്ന് ചെല്ലൽ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ അതിൻ്റെ അണിയറയിലേക്ക് മാറി. ഇപ്പോൾ ഡയറക്ഷൻ സൈഡായാലും അതിൻ്റെ അസിസ്റ്റൻ്റായി, അതേപോലെ പ്രൊഡക്ഷൻ സൈഡിലാണെങ്കിലും അസിസ്റ്റൻ്റായി. അങ്ങനെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള പല ആർട്ടിസ്റ്റുകളുടെയും കൂടെ അവരുടെ അഭിനയം നേരിട്ട് കാണാനും അവരുടെ കൂടെ ഇടപഴകാനുള്ള ഒരു അവസരം വന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഒരു 2003 എനിക്ക് ആദ്യമായിട്ട് ചൂണ്ട എന്നൊരു സിനിമ, ജിഷ്ണു നായകനായ ചൂണ്ട എന്ന സിനിമയിൽ നമ്മുടെ സിദ്ദീഖ് സാറിൻ്റെ കൂടെ ഒരു ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റി. അപ്പോൾ ആ വേഷം ചെയ്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡായി തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മിന്നിമാഞ്ഞു, എനിക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അത്രക്കും ഒരു ദിവസം ഫുള്ള് ഷൂട്ട് ചെയ്ത സാധനമാണ്. സിനിമ വന്നപ്പോൾ ഒരു 2 സെക്കൻഡ് കൊണ്ട് ഞാൻ മാഞ്ഞുപോയി. അപ്പോൾ അതിങ്ങനെ മനസ്സിലുണ്ട്, എങ്ങനെയെങ്കിലും ക്യാമറയുടെ മുന്നിലെത്തണം എന്നുള്ള ആഗ്രഹം ബാക്കിയായി. അങ്ങനെ ഞാൻ പിന്നെ ഒരു 2003 കാലഘട്ടത്തിലാണ് സൂര്യ ടി വിയിലൊരു പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു മെഗാ സീരിയൽ വന്നിരുന്നു. അപ്പോൾ അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അത് ഷമ്മി തിലകനായിരുന്നു ഹീറോ. അപ്പോൾ പുള്ളിയുടെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ തുടർന്ന് പോകുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ പ്രവാസ ജീവിതത്തിലേക്ക് വരുന്നത്. 2006 അബുദാബിയിലേക്ക് വന്നു. അതോടുകൂടി ആ ഒരു ഘട്ടത്തിന് ഫുൾ സ്റ്റോപ്പായി. നേരെ ഞാൻ ഓഫ് ഷോർ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ മൊബൈൽ പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് സ്വന്തമായിട്ടൊരു വീഡിയോ എടുക്കാൻ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ ലോകത്തേക്ക് ഞാൻ മാറി. ഏകദേശം ഒരു 2014-15 വരെ അങ്ങനെ ഒറ്റപ്പെട്ട്, ഇങ്ങനെ ഒരു UAE ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് എന്ന് പോലും അറിയാതെ അങ്ങനെ ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരാളാണ്. അതിനുശേഷമാണ് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും പിന്നെ വീഡിയോസ് ചെയ്യുന്നതും. പിന്നെ ഒരു 2023 ആയപ്പോഴാണ് ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഇവിടെ നടക്കുന്നുണ്ടെന്നും അതിൽ നമ്മുടെ അതേ പാഷനുള്ള ആൾക്കാരെ കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ 1-2 ആക്ടിംഗ് വർക്ക്ഷോപ്പ് പങ്കെടുത്ത് അതിനുശേഷമാണ് തരുൺമൂർത്തി സാറിൻ്റെ പ്യൂപ്പയിൽ ഞാൻ എത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു മാറ്റമായിരുന്നു. അതിനിടക്കാണ് ഞാൻ മോമോ ഇൻ ദുബായ് എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ അമീൻ അസ്ലം ഡയറക്റ്റ് ചെയ്ത ഒരു പടം. പുള്ളി ഇവിടെ തന്നെ അബുദാബിയുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളി ചെയ്തൊരു പടത്തിൽ അവസരം കിട്ടി. പ്യൂപ്പയിലേക്ക് വന്നു. പ്യൂപ്പയിൽ 2 സീസൺ കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ തുടരും എന്ന സിനിമയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ പ്യൂപ്പ നടക്കുമ്പോഴൊന്നും ഇങ്ങനെ ഒരു സിനിമയിലേക്ക് ആളുകളെ നോക്കുന്നുണ്ടെന്നോ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നോ ഒന്നും നമുക്കൊരു സൂചന പോലും ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷമാണ് പുള്ളി ഇതൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെയാണ് പെട്ടെന്ന് നമുക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ കോൾ വരുന്നത്. ഇങ്ങനെ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടരും എന്ന മൂവി. അത് അന്ന് L360 എന്നാണ് ആ സിനിമയ്ക്ക് പേര് വെച്ചത്. അപ്പോൾ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തരുൺമൂർത്തി സാറിന് ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്ത് വീഡിയോ കോളിൽ വിളിക്കുന്നു. പുള്ളി ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നു. ക്യാരക്ടർ ഇന്നതാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു
10-15 മിനിറ്റോളം ഉള്ളൊരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇവിടെ ഷംസീർ ഖാൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ചെയ്യുന്ന സമൂസ എന്നൊരു വെബ് സീരീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലെ ക്യാരക്ടറും ഈ ഒരു തുടരും എന്ന സിനിമയിലെ ക്യാരക്ടറുമായിട്ടുള്ള ഫേസിൻ്റെ ലുക്ക് ഭയങ്കര ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഈ വെബ് സീരീസിൽ ഫുൾ ക്ലീൻ ഷേവ്ഡ് ആയിട്ടാണ് ഞാൻ അഭിനയിക്കേണ്ടത്. അപ്പോൾ ആ ക്ലീൻ ഷേവ് ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഈ കോൾ വരുന്നത്. പുള്ളി പറഞ്ഞു വേണ്ട, ക്ലീൻ ഷേവ് ചെയ്യണ്ട, വെയിറ്റ് ചെയ്യ്, ഡയറക്ടറോട് സംസാരിക്കുക, സിനിമയിൽ നല്ല താടി മീശയും വേണം. അപ്പോൾ ഞാൻ ഡയറക്ടറോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു സിനിമ ഫസ്റ്റ്, പ്രൊസീഡ്, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെയാണ് താടി വളർത്തി. ഏകദേശം 1-2 മാസം നല്ല താടി വളർത്തി. അതിനുശേഷമാണ് നമ്മൾ സിനിമയിലേക്ക് സിനിമ ഈ പറയും പോലെ ഈ ഖദർ വേഷധാരിയായിട്ട് തന്നെ പെർഫോം ചെയ്തു അല്ലേ? അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമ്മൾ ലാലേട്ടൻ എന്ന് പറയുന്ന നടന വിസ്മയത്തിൻ്റെ കൂടെ ആ ഒരു സിനിമയുടെ ഭാഗമാകുക, അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സാർ ഒരു ചെറിയൊരു സൂചന തന്നിരുന്നു, ഇങ്ങനൊരു ഒരു കോമ്പിനേഷൻ സീൻസ് ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്, നമുക്ക് നോക്കാം എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോകുന്നു. തലേ ദിവസം ഞാൻ കതിർവേഷം ഇട്ടിട്ട് പുള്ളിക്കൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് ആ ലുക്ക്, ഒരു ഫുൾ ബോഡി ലുക്ക്, ഷർട്ട് അതേപോലെ വൈറ്റ് ഇതൊക്കെ മുണ്ടൊക്കെ കൊടുത്തിട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്തു. പുള്ളി ഒരു ലൈക്ക് അടിച്ചു. ഓക്കെ, ഈ വേഷം ഓക്കെയാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഷൂട്ട്. രാവിലെ എത്തുന്നു. നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്, ഒരു ഐഡിയ ഇല്ല, എന്താണ് കഥയെന്നറിയില്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ, ഇപ്പോൾ സിനിമ കണ്ടവർക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഡോറ് തുറന്നിറങ്ങുന്ന സീൻ, അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് അവിടെ. അതിൻ്റെ മുമ്പത്തെ സീനൊക്കെ അതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സീന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒരു ട്രയൽ ഉണ്ടാവും. അപ്പോൾ ആ ട്രയലിൻ്റെ സമയത്ത് മണിയമ്പിള്ള രാജു ചേട്ടനുണ്ട്, പിന്നെ ഷൈജു അടിമാലിയുണ്ട്, പിന്നെ എൻ്റെ കൂടെ എൻ്റെ ബോസായിട്ട് അഭിനയിക്കുന്ന ബാബു സെബാസ്റ്റ്യൻ, ലാലി എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന പുള്ളിയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആ ഒരു റിഹേഴ്സൽ പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ആളുണ്ട്, പിന്നെ ഡയറക്ഷൻ സൈഡിലുള്ള ഒരാളുണ്ട്. പുള്ളി എനിക്ക് പരിചയമൊന്നുമില്ല, പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, നമ്മളാണ് ചെയ്യാൻ പോകുന്നത്, ഇന്നതാണ് കഥ, ഇന്ന ഒരു സീനാണ് എടുക്കാൻ പോകുന്നത്, ഒക്കെ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നു. ഓക്കെ, നമുക്ക് എടുക്കാം, ഷോട്ട് എടുക്കാം. അപ്പോഴാണ് പുള്ളിയുടെ എൻട്രി. അതുവരെ നമുക്കറിയില്ല, അതുവരെ അറിയില്ലായിരുന്നു ഈ സീനിൽ പുള്ളി ഉണ്ടെന്നുള്ളത്. പുള്ളിക്ക് പകരമായിട്ടാണ് ആ അസിസ്റ്റന്റ് ഡയറക്ടർ അവിടെ അഭിനയിച്ചത്. നമുക്കൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, ഓക്കെ ഇവിടെ ഒരാളുണ്ടാവും, ആ ആളെ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എങ്ങനെ എന്ത് ചെയ്യണം, എവിടെ നോക്കണം. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഷോട്ട്. പുള്ളി അവിടെ വന്നു നിന്നതും ഞാനാകെ ഷോക്കായിപ്പോയി. ഫസ്റ്റ് കാണുന്നതാണ്, പുള്ളി ലൈഫിൽ ആദ്യമായിട്ട് കാണാൻ. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നേരം പുള്ളിയെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെയാണ് പുള്ളി ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ക്യാരക്ടറായി മാറണമല്ലോ. ക്യാരക്ടറായി മാറി ആ ഫസ്റ്റ് സീന് എടുത്തു. ആ ഷോട്ട് ഓക്കെ ആയി. ഓ ഗ്രേറ്റ്, ഭയങ്കര സമാധാനമായി. ഓക്കെ. എന്നിട്ട് തരുൺ സാർ ആ സൈഡിലൂടെ വരുമ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെയുണ്ട്? പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഓക്കെ, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ ഒരു ലെവലിൽ പിടിച്ചാൽ മതി, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളി. എത്ര ദിവസം ഈ സിനിമയായിട്ട്, ഇതിൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് കൂടെ ഉണ്ടായിരുന്നു? ഈ സിനിമ നമ്മൾ ശരിക്കും നാട്ടിലേക്ക് പോയത് ഈ സിനിമയുടെ ഷൂട്ടിന് വേണ്ടി മാത്രമാണ്. അതായത് നമ്മളെ നാട്ടിലേക്ക് പോയിട്ടില്ല. ഡയറക്റ്റ് നമ്മൾ ഇവിടുന്ന് കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് തൊടുപുഴയിലേക്കാണ് പോയത്. പിന്നെ അവിടെ സ്റ്റേ ചെയ്ത് എനിക്ക് ശരിക്ക് 3 ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 1 വീക്കിൽ അവധി എടുത്തിട്ട് വരാനാണ് പറഞ്ഞത്. ഞാൻ 1 വീക്ക് എടുത്ത് പോയി. പക്ഷേ അത് അവധികൾ നീണ്ടു. ലാലേട്ടൻ്റെ മറ്റുള്ള ഷൂട്ടുകൾ, അതിനിടക്ക് മഴ, കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ പെയ്തു. അപ്പോൾ അടുത്ത ദിവസത്തെ ഷൂട്ടോടുകൂടി എനിക്ക് തിരിച്ചു പോവാം. അതായത് എനിക്ക് ആകെ ആ 2-3 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാം. പക്ഷേ ആ ലാസ്റ്റ് ദിവസത്തെ ഷൂട്ട് മഴ കാരണം മുടങ്ങി. പിന്നെ 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട്, ആ സീൻ എടുക്കാൻ വേണ്ടി. ഇപ്പോൾ ആ സിനിമയിൽ നിങ്ങൾ കാണുന്ന ആ സീന് 1-2 ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തതല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു 20 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ സിനിമ കാണുമ്പോൾ നമുക്ക് അറിയില്ല, ആ ഒരു ഗ്യാപ്പ് അറിയില്ല. അതാണ് സിനിമ. വളരെ സൂപ്പറായിട്ട്, അതായത് നല്ല പെർഫോമൻസ് നമുക്ക് കാണുന്നവർക്ക് ഉള്ളിൽ കൊള്ളാം. സിനിമ ഇത്രയും വിജയിക്കാനുള്ള കാരണം ലാലേട്ടൻ്റെ ഒരു പഴയ പെർഫോമൻസ്. ലാലേട്ടൻ്റെ ഒരുപാട് പുതിയ സിനിമകൾ വന്നെങ്കിലും എല്ലാവരും കാണാൻ ആഗ്രഹിച്ച, കുറേ വർഷങ്ങളായിട്ട് കാത്തിരുന്ന, അപ്പോൾ ആ സിനിമയിൽ നിങ്ങൾക്ക് ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യം. തീർച്ചയായിട്ടും അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം
എൻ്റെ ശരിക്കും പറഞ്ഞാൽ 25 വർഷമായിട്ടുള്ളൊരു സ്വപ്നമാണ് ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാവുക, ഹിറ്റായ സിനിമയുടെ ഭാഗമാവുക, അല്ലെങ്കിൽ ലാലേട്ടനെ പോലുള്ള ആൾ, അല്ലെങ്കിൽ മമ്മൂക്കയെ പോലുള്ള ആൾ, അതുപോലെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മലയാള സിനിമ ഏറെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ ഒരു ഫ്രെയിമിൽ നിൽക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് സിനിമ വരുന്നത് വരെ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ആരുമായിട്ടും പറഞ്ഞിട്ടില്ല. കാരണം ഈ എഡിറ്റിംഗ് നടക്കുന്നതുകൊണ്ട് വരുമോ ഇല്ലയോ എന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് തന്നെ പലരും സർപ്രൈസ് ആയി, ഇത് കണ്ടോ, ഇത് എപ്പോൾ പോയി ചെയ്തു, എപ്പോഴാണ് ലീവ് എടുത്ത് പോയത്, ഒന്നും അറിഞ്ഞില്ലല്ലോ, ഒരു പോസ്റ്റ് പോലും നമ്മൾ ഇട്ടില്ല. തരുൺ സാറും നമ്മളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഇത് ആരോടും പറയണ്ട, കാരണം ഇതിൻ്റെയൊക്കെ അത് വന്നതിന് ശേഷം ഞാൻ അറിയിക്കാം. അങ്ങനെ ഒരു ദിവസം തരുൺ സാറിൻ്റെ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് എനിക്ക് അയച്ചു, പടത്തിലുണ്ട്, കട്ടായിട്ടില്ല. ഒറ്റ മെസ്സേജ്. ഭയങ്കര സമാധാനം. ഓക്കെ, സീനിലുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ പല ആൾക്കാരും ഇപ്പോൾ നാട്ടിലായാലും ഒക്കെ നമ്മുടെ സമാന പാഷനുള്ള ഒരുപാട് ആൾക്കാർ ഇതിൽ ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അവരുടെയൊക്കെ പല ഭാഗങ്ങളും കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം 3.5 മണിക്കൂറോ 4 മണിക്കൂറോ ഉള്ളതിന് കട്ട് ചെയ്താണ് അതിൻ്റെ കറക്റ്റ് ഒരു ഋതത്തിൽ എത്തിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം അഭിനയിച്ച ആളിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേസ് അതിൽ കാണാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയാണ് പുള്ളിയുടെ കൺസെപ്റ്റ്, ഒരിക്കലും ഒരു ക്യാരക്ടറല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ടോട്ടൽ സിനിമ എങ്ങനെയാണ് ഏറ്റവും മനോഹരമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും അതിന് ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു മാപ്പ് പറച്ചിലുണ്ട്. കട്ടായി ഒരുപാട് ആഗ്രഹിച്ച്, അപ്പോൾ കട്ടായി പോയ ആൾക്കാരോട് ക്ഷമാപണം കൂടി പുള്ളി ആ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. കാരണം ഇതുപോലൊരു പടം, ഇത്രയും ഹിറ്റായ ഒരു പടത്തിൽ ഇത്രയും ദിവസത്തോളം നമ്മളവിടെ നിന്ന് അഭിനയിച്ച് നമ്മളെ കാണുന്നില്ല എന്നൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, സിനിമയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയണം നമ്മൾ. അതെ. അപ്പോൾ തുടരും എന്ന സിനിമ ഹിറ്റായി. ഇനിയും അടുത്ത സിനിമകളിൽ താങ്കൾക്ക് നല്ല അവസരങ്ങൾ കിട്ടട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം അടുത്ത് നമുക്ക് ലിജു ഡേവിഡിനെ പരിചയപ്പെടാം. ലിജു ഡേവിഡ് ശരിക്കും ഇതിനു മുമ്പ് ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തപ്പെട്ടത്? ഇല്ല, ഇത് ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇതിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയ ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇതിനിങ്ങനെ ഒരു അവസരം സിനിമയിൽ തന്ന തരുൺ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണ്, സിനിമയോടും നമ്മൾ ആക്ടിങ്ങിനോട് താല്പര്യമുള്ള ആളാണ്. പക്ഷേ ഇതിനെ പറ്റി നമ്മൾ ഒന്നാമത് ഇവിടെ എത്തി, ഇവിടുന്ന് ഒരു കണക്ഷനും ഇല്ല, ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല നമുക്ക്. ഇതിനകത്ത് ആൾക്കാർ ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിളേ ഇല്ല. ഇത് ആക്ച്വലി എന്താണെന്ന് പറയുക, ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തതിന് ഓരോ ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയത്, ഇതേ സെയിം താല്പര്യമുള്ള ആളുകളെ കിട്ടിയത്. അങ്ങനെ ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് ഞാനൊരു 6, 7, 8 വർക്ക്ഷോപ്പുകളോ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, പല ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു 2-3 ആക്ടിംഗ് വർക്ക്ഷോപ്പാണ് ഈ തരുൺ സാറിൻ്റെ വർക്ക്ഷോപ്പ്. ആ ബാക്കി ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ നിന്നെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. പ്യൂപ്പ എന്ന് പറഞ്ഞ തരുൺ സാറിൻ്റെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് അതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് നമ്മൾ ആക്ച്വലി നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു ഇതായിരുന്നു, ആ ഒരു ബ്രേക്ക് ആയിരുന്നു എൻ്റെ ലൈഫിൽ. കുറേ കാര്യങ്ങൾ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, കുറേ ഫേസ് ചെയ്യുക, കുറച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ബ്രേക്ക് ഡൗൺ ആയത് ആ ഒരു പ്യൂപ്പ ആക്ടിംഗ് വർക്ക്ഷോപ്പിലാണ്. അങ്ങനെ അവിടെ പങ്കെടുത്ത ഒരുപാട് പേർക്ക് അതിനുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതാണ് ലൈക്ക് ഹി സെഡ് നോ, ബിഫോർ പ്യൂപ്പ ആൻഡ് ആഫ്റ്റർ പ്യൂപ്പ. അതൊരു എക്സ്പീരിയൻസ് ചെയ്ത ആൾക്ക് മനസ്സിലാവാതെ എന്താണെന്നുള്ളത്. പിന്നെ ഇതേമാതിരി തന്നെയാണ് എനിക്കും അതിൽ ഈ പ്യൂപ്പ ഒന്നും കഴിഞ്ഞപ്പോൾ ആർക്കും അറിയില്ല സെലക്ട് ചെയ്യുന്നുണ്ടോ ഇങ്ങനത്തെ ആളുകൾ. തരുൺ സാർ അത് ഓപ്പൺ ആയിട്ട് പറയും. ഒരു ഫേക്ക് ആളുടെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഒരു ഫേക്ക് പ്രോമിസസും തരില്ല. വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അവിടുന്ന് നടത്തിയ ആളുകൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുക, ആരെങ്കിലുമൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അങ്ങനെ ഞാൻ പറയേയില്ല. എനിക്ക് ആ ക്യാരക്ടറിൽ ആരെങ്കിലും ഒരാളുടെ ഫേസ് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഐ വിൽ കോൾ ദം, അല്ലാതെ എനിക്ക് അതിലൊരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു വളരെ ജെന്യൂൻ ആയിട്ടാണ് ആള് പറയണത്. അപ്പോൾ നമ്മളൊന്നും അതായത് പ്യൂപ്പയിൽ നിങ്ങൾ പങ്കെടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് സിനിമയിൽ ഒരിക്കലും തരില്ല. അല്ല, അത് ആളെന്നെ പറയും, പ്യൂപ്പയിൽ നിങ്ങൾ വന്നു ചോദിച്ചിട്ട് ഞാൻ തരുമെന്നില്ല. പക്ഷേ ഞാൻ ക്യാരക്ടർ എഴുതുമ്പോഴോ എല്ലാമ്പോഴും എനിക്ക് ആ പെട്ടെന്ന് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ കോൾ യു. അതാണ് ആളുടെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് കോൾ വന്ന് ഒരാൾക്ക് വന്ന്, ഞാനപ്പോൾ നാട്ടിലാണ്, വെക്കേഷനിൽ വന്നപ്പോഴാണ് എനിക്കൊരു പെട്ടെന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത്, ലിജു ഇതാണ് ഒന്ന് നോക്ക് എങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ ഫൈൻ നോക്കാന്നുള്ള. പക്ഷേ അപ്പോഴും കൺഫേം ഇല്ല, പ്രൊഡക്ഷൻ ടീം ഫൈനലൈസ് ചെയ്യും, നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, പ്രൊഡക്ഷൻ ടീമാണ് ഫൈനലൈസ് ചെയ്യണത് പറഞ്ഞു. നമ്മൾ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ആ ഒരു കോൾ എനിക്ക് വന്നത്.
ADs ആണ് എന്നെ വിളിച്ചത്. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ലിജു ഇങ്ങനെയാണ് സംഭവം, അത് പോലീസ് വേഷമായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു അതിന് എന്തെങ്കിലും പ്രിപ്പയർ ആവണമെന്ന്. ഒന്നും വേണ്ട, അതൊരു നോർമൽ സാധാരണ അല്ല, നമ്മൾ വലിയ പോലീസ് എന്ന് പറഞ്ഞാൽ മസിൽ പിടിച്ച് നിൽക്കണം അങ്ങനത്തെ ഒന്നുമല്ല, പോലീസ് സ്റ്റേഷനിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡേറ്റിലുണ്ടാവും, ഒരു 15 days വരേണ്ടി വരും എന്ന് പറഞ്ഞു. ശരി ഫൈൻ എന്ന് പറഞ്ഞു. പിന്നെ ആ 15 days പല കാരണം കൊണ്ട് ലാലേട്ടൻ്റെ സ്കെഡ്യൂള്, അതേമാതിരി മഴ, ഇതെല്ലാം കൊണ്ട് നീണ്ട് പോയി എനിക്കൊരു 20-25 days, നിയർലി 1 monthൻ്റെ ഇടയിൽ ഞാൻ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആ ഒരു 1 month-ഓളം എനിക്ക് രാവിലെ മുതൽ ഞാൻ യൂണിഫോം ഇട്ട്, ചില ദിവസം ഷോട്ട് ഉണ്ടാവില്ല, പക്ഷെ നമുക്കെല്ലാം കാണാം. നമ്മൾ ആ ക്യാമറ എങ്ങനെ ഇതാക്കുന്നു, ലാലേട്ടൻ ആക്ട് ചെയ്യുന്നത് കാണാം, അതർ സീനിയർ ആക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടെയാണ് ഈ നോക്കുന്നത്. അപ്പോൾ ലാലേട്ടനൊക്കെ വന്നിങ്ങനെ ഒരു ഷോട്ടിൽ വന്നു, അത് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്ത് ആൾ പോകുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണത്. അപ്പോൾ അതെന്തായാലും അത് ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ അതിൽ കുറച്ചധികം സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് എഡിറ്റിങ്ങിൽ കുറേ കട്ടായി പോയതിൽ കുറച്ചൊക്കെ കട്ടായി പോയി. രണ്ടാമത്തെ തവണ കൊണ്ടുപോയി ഞാൻ. അപ്പോൾ എന്നോട് ഫസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ലിജു ഇതിന് ശേഷം എനിക്ക് ഒരാഴ്ച ഒരു ഷൂട്ടും കൂടി ഉണ്ട്, അപ്പോൾ അതൊരു 1 week ബ്രേക്കാണ്, അത് കഴിഞ്ഞിട്ട് ലിജുവിന് തിരിച്ചു വരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി ഞാൻ തിരിച്ചു വരുന്നു പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല ഞാൻ വരാമെന്നുള്ള പരിപാടി. പറഞ്ഞു ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, കാരണം തിയേറ്റർ ഇതൊക്കെ ഉള്ളതല്ലേ, ടിക്കറ്റും ചാർജ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എന്തായാലും വരുന്നത്, ഇതൊക്കെ ലൈഫ് ടൈം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ ഞാൻ വീണ്ടും രണ്ടാമത് പോയി. അപ്പോഴാണ് ആ പാട്ടിന്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ശാന്തമീ രാത്രിയൊക്കെ ഇല്ലേ, ആ കല്യാണം, അതിലൊക്കെ കുറച്ചും കൂടി സീൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇതിലായതുകൊണ്ട് അങ്ങനെ കുറച്ച് ഇതായി പോയതാണ്. ലീവ് ഞാൻ പിന്നെ അത് ഓഫീസിൽ ഇങ്ങനെ പറഞ്ഞ് ഓരോന്നൊക്കെ എൻ്റെ ആനുവൽ വെക്കേഷനും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഞാൻ അത് എടുത്തു പോയത്. ഈവൻ ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസത്തിൽ നിന്ന് നമുക്ക് ഒരു ഷൂട്ടിങ്ങിന് പോയി 1 ദിവസമോ 2 ദിവസമോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു പക്ഷേ പറ്റുമായിരിക്കാം. പക്ഷേ ഒരു ലോങ് ആയിട്ടുള്ള സംഭവം പലർക്കും പ്രവാസികൾക്ക് ഏറ്റവും ഞാൻ കണ്ട ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഇതാണ്. ഇപ്പം നമുക്കൊരു അവസരം കിട്ടിയെന്ന് കൂടി കുറേ പേർക്ക് ഇതേമാതിരി എനിക്കറിയുന്ന ഫ്രണ്ട്സിനുണ്ട്, അവർക്ക് കിട്ടിയ ചാൻസ് അവർക്ക് പോകാൻ പറ്റിയില്ല, കാരണം അവർക്ക് ലീവ് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഫിലിം ഫീൽഡിലുള്ള ആളുകൾക്കും പേടി പ്രവാസികളെ വിളിക്കാനും. ചിലപ്പോൾ ഒരു 5 days വിളിച്ചു കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഒരു 10 days എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടിന്യൂറ്റിക്ക് ആളെ കിട്ടില്ല, അത് പിന്നെ മുഴുവൻ കട്ട് ചെയ്ത് പോകേണ്ടി വരും. വീട്ടില് കേറുന്നവിടെ തന്നെ ബോസിന്റെ ഫോട്ടോ തൂക്കിട്ടിരിക്കുകയാണ്. അല്ല ഞാൻ അതങ്ങനെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് പറഞ്ഞു, അങ്ങനെ ഒരു ഇതിൽ കിട്ടിയതാണ് എനിക്ക്. ഞാൻ പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അവർ ഓക്കെ എന്ന് പറഞ്ഞത്. ബോസ് മലയാളിയാണോ? അല്ല ആള് അറബിയാണ്. അപ്പൊ അത് ചാനൽ കാണുമെന്ന് അറിയില്ല ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ വേറെ കുറെ കള്ളത്തരം പറഞ്ഞിട്ടൊക്കെയാണ് എനിക്കത് ലീവ് കിട്ടിയത്. കാരണം എനിക്ക് നമ്മുടെ ആഗ്രഹം അത്രയും പാഷനാണ് നമുക്കത് സിനിമ. അപ്പൊ അതിന് നമ്മൾ എന്തും ത്യജിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ലാസ്റ്റ് തരുൺ സാറോട് പോയി പറഞ്ഞു, സാർ ഇങ്ങനെ ലീവ്. അപ്പോൾ പറഞ്ഞു ലിജു ഒരാഴ്ചയും കൂടി ഉണ്ടാവും, ലിജുവിന് പറ്റൂലേ, അതും കൂടി ചെയ്താൽ നല്ലതാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ സാർ. അപ്പോൾ അത് ദൈവം സഹായിച്ച് ഞാനത് കണ്ടിന്യൂ ചെയ്ത് അത് എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് വരാൻ പറ്റി. അതൊരു ബ്ലെസ്സിങ് ആണ്. എനിക്കത് അതിനുള്ള വളരെ സപ്പോർട്ട്, വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് തന്നു എനിക്ക്. കാരണം വൈഫും കൊച്ചുങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്. പക്ഷെ അതൊരു സപ്പോർട്ട് ദൈവം സഹായിച്ച് അത് എനിക്കിത് ചെയ്ത് വരാൻ പറ്റുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ പാഷൻ അത്ര ആയതുകൊണ്ട്. അത് മാത്രമല്ല സിനിമ മെഗാ ഹിറ്റ് ആണ്. അതാണ് എല്ലാവരും പറഞ്ഞത്. നമ്മൾ സിനിമയിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല, ഒരുപാട് പേര് സിനിമ അഭിനയിക്കാൻ അവസരം കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പോഴും റിലീസ് ആകാതിരിക്കുന്ന സിനിമകളുണ്ട്. നമ്മുടെ പ്രവാസത്തിൽ നിന്ന് പോയി അഭിനയിച്ചിട്ട് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു, ഏത് സിനിമ അത് ഇന്നതാണ്, പക്ഷെ ഇതൊരു റിലീസ് ആയില്ല. അതേസമയം നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് റിലീസായി, അത് മെഗാ ഹിറ്റാണ്, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു, സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു. അപ്പം നിങ്ങൾ ശരിക്കും ഭാഗ്യവാന്മാരാണ്. വെരി ട്രൂ. കാരണം ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഒരു എൻട്രി ലാലേട്ടന്റെ പടത്തില് അത് ഇത്രയും സൂപ്പർ ഹിറ്റ് ആയ ഒരു മൂവിയിലേക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ, അതാണ് ഈ ആളുകൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞ 2-3 സീനേ ഉള്ളൂ, ചെറിയ സീൻസ്. അപ്പൊ അവര് പറയും എടാ സീനല്ല, നീ ആ മൂവിയിലാണ് ഒരു ഭാഗമാണ്, നീ ആലോചിക്കണം, അത്രയും വലിയ മൂവിയാണ് അത്, ഈ സൂപ്പർ ഹിറ്റ് ആയ മൂവിയാണ്, അതിലാണ് ഒരു ഭാഗമായത്. അത് ഇറ്റ്സ് എ ബിഗ് തിങ്, അതൊരു ചെറിയ കാര്യമല്ല അത്. അതുപോലെ തന്നെ ശോഭന മാമിന്റെ അഭിനയം ഇതെല്ലാം കാണാൻ പറ്റി. ആ ശോഭന മാമിനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. ഞാൻ ജീവിതത്തിൽ ഇത് ആരും കണ്ടില്ല, പക്ഷേ ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എനിക്ക് വളരെ ക്ലോസ് ആയിട്ടിരുന്ന് കാണാൻ. ജനിക്കുന്നതിന് മുമ്പ് സിനിമ തുടങ്ങിയ ആൾക്കാരാണ്. അതെ അതെ അതെ. ശോഭന മാമിനെ ഞാൻ കണ്ടു. എന്നോട് അത് കുറെ പേര് ഇവിടുന്ന് വിളിച്ചു ശോഭന മാമിനോട് ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കും, പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ ലാലേട്ടനോട് ദൈവം സഹായിച്ച് ലാലേട്ടൻ ഒരു ബർത്ത്ഡേ ഉണ്ടായതുകൊണ്ട് നമ്മളെല്ലാം ഇൻവൈറ്റ് ചെയ്തപ്പോൾ ലാലേട്ടനോട് ഒരു ഫോട്ടോ കിട്ടി. അതിലുപരി ആ സിനിമയുടെ ടോട്ടൽ ഭാഗമായിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെ ഗ്രേറ്റ് ആണ്. പിന്നെ ബാക്കിയെല്ലാം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും ആ സിനിമ അവിടെ ഉണ്ട്, നമ്മളെ മക്കള് പേരമക്കള്. അതെ അതെ, അത് സിഗ്നേച്ചറാണ്. ഇത് ഈ സിനിമ ശരിക്കും ഒരു സിഗ്നേച്ചറാണ്. അതിന്റെ ഭാഗമായി നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ. അപ്പം എനിവേ താങ്ക് യു. നമുക്ക് അജിലിലേക്ക് പോകാം. അജിൽ നമസ്കാരം. നമസ്കാരം. അജിലിന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളായി എനിക്കറിയാം.
അപ്പോൾ അജിൻ്റെ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് സിനിമ അഭിനയിക്കണം, ഒരു പാഷനേറ്റായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. എങ്ങനെയെങ്കിലും സിനിമയിലൊന്ന് മുഖം കാണിക്കുക എന്നുള്ളത്. ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ദിവസം ഇതേപോലെ റേഡിയോയിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. പ്രജേഷ് എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് കിടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു നമ്പറിൽ ബന്ധപ്പെടുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതിനെ വിളിച്ചു, ഞാനതിൽ ജോയിൻ ചെയ്തു. ആദ്യമായിട്ട് ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നതാണ്. സ്റ്റേജ് ഫെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫെയർ ആയിരുന്നു. എനിക്കറിയില്ല ഞാൻ എങ്ങനെ അതിൽ പങ്കെടുക്കുമെന്നുള്ള. ഞാനവിടെ ചെന്നപ്പോൾ എല്ലാം നല്ല ചെറുപ്പക്കാർ പോലുള്ള, ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഇവരുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാനാണ്. അങ്ങനെ ആലോചിച്ചു. പുള്ളി വളരെ നല്ലതുപോലെ ഇൻട്രാക്ട് ചെയ്തു കാര്യങ്ങൾ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അങ്ങനെ വന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തരുൺമൂർത്തി സാറിൻ്റെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നത്, ഈ പറഞ്ഞ കണക്ക് പ്യൂപ്പ. അപ്പോൾ അതിലും ഇതേപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ ആ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൻ്റെ ഇതിലാണ് എനിക്ക് ഈ ചാൻസ് തരുൺ സാർ തരുന്നത്. പക്ഷേ ഇതിന് മുന്നേ ഞാൻ ആദ്യം പങ്കെടുത്ത സിനിമയിലെ ഡയറക്ടർ എനിക്കൊരു ചാൻസ് തന്നിരുന്നു. അത് ആസിഫ് അലി ഹീറോ ആയിട്ടുള്ള ഹൗഡിനി എന്ന് പറയുന്നൊരു ഫിലിമായിരുന്നു. ആ പടം റിലീസായിട്ടുള്ള ഉടനെ റിലീസാവും. റിലീസായിട്ടില്ല. അതാണ് ഞാൻ ആദ്യം അഭിനയിച്ച പടം. പ്രജേഷ് സാറിൻ്റെ ആദ്യത്തെ പടം ക്യാപ്റ്റനായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ പടം, ജയസൂര്യ. രണ്ടാമത്തെ പടം വെള്ളം. ശരി. പിന്നെ അത് കഴിഞ്ഞ് മേരി ആവാസിനു, അത് നമ്മുടെ മഞ്ജു വാര്യരായിരുന്നു അതിലെ ഹീറോയിൻ. ഇത് അഞ്ചാമത്തെ പടമാണ് ഹൗഡിനി. അതിൽ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിച്ചത്. തുടരും സിനിമയിലും ഒരു പോലീസ് സി പി ഒ ആയിട്ടാണ് അഭിനയിച്ചത്. ശരിക്കും നിങ്ങളുടെ ഒരു ഫിഗർ എനിക്ക് തോന്നുന്നു പോലീസിന് പറ്റിയൊരു ഫിഗറാണെന്ന്. അത് ചിലപ്പോൾ തരുൺ സാർ നോട്ട് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വിളിച്ചത്. CCTV സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. അല്ല, വളരെ വളരെ ഒരു എനിക്കറിയില്ല എങ്ങനെ ഞാൻ പുള്ളി എന്നെ സെലക്ട് ചെയ്യുന്നുള്ളതല്ല. ഒരു ദിവസം എനിക്കൊരു വാട്സപ്പിലൊരു മെസ്സേജ് വന്നു, ഞാൻ തരുണിൻ്റെ ടീമിലുള്ളതാണ്, ഡയറക്ഷൻ ടീമിലുള്ളതാണ്, നിങ്ങൾ ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഒരു തരുൺ സാർ പുതിയ സിനിമ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും പറഞ്ഞു നമുക്കൊരു ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ അങ്ങനെ നമ്മൾ ചെയ്തു. അപ്പോൾ അന്നാണ് പുള്ളി പറഞ്ഞത് മോഹൻലാലാണ് പടത്തിലെ ഹീറോ. സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലൂടെ പോകുന്ന ആ ഒരു വല്ലാത്തൊരു ഫീലാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള റോളുകളും കാര്യങ്ങളും നമ്മളെ വേദനിപ്പിക്കാനും ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ ഒരേപോലെ കഴിവുള്ളൊരു നടൻ. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സിനിമയിൽ ഒരു സീനിലെങ്കിലും കാണുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഏതൊരു മലയാളിയുടെയും, പ്രത്യേകിച്ച് മലയാളിയുടെ ആഗ്രഹമായിരിക്കും. അങ്ങനെ ഒരു ആഗ്രഹം തരുൺ സാറിലൂടെ സാധ്യമായതിൽ എനിക്ക് അദ്ദേഹത്തിനോട് വളരെ നന്ദിയുണ്ട്. അപ്പം ഇതിൽ ഈ പോലീസുകാരനായിട്ട് യൂണിഫോം ഇട്ട് കയറിയപ്പോൾ എന്തായിരുന്നു മനസ്സിലുള്ള, ലാലേട്ടൻ ഫസ്റ്റ് കാണുമ്പോഴൊക്കെ ഉണ്ടായ ഒരു സത്യത്തിൽ ലാലേട്ടനെ കാണുമ്പോൾ ഞാനിങ്ങനെ വണ്ടടിച്ച് നോക്കി നിൽക്കുമായിരുന്നു. കാര്യം നമ്മൾ സിനിമയിലൂടെ മാത്രം കണ്ടിട്ടുള്ളൊരു നടന വിസ്മയം നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഒക്കെ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പുള്ളിയെ നോക്കി നിന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും, അതായത് ഓരോ മനുഷ്യരെയും ഏറ്റവും സന്തോഷം തരുന്ന ഒരു ഇതുണ്ട്. അതെ, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അല്ലേ. കാരണം ആളിങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു മൊമെന്റ്. ഫസ്റ്റ് ദിവസം കണ്ടതിന് ശേഷമേ പോയി കിടന്നിട്ട് ഉറക്കം വന്നായിരുന്നു. അല്ല, ഉറക്കം വരും, അത് ഓർമ്മ. പക്ഷേ പുള്ളി മനസ്സിൽ നിന്ന് അങ്ങനെ മായാതെ നിൽക്കും. അതുപോലെ ശോഭന മേമനെ കണ്ടപ്പോഴും അതും ജീവിതത്തിൽ ഒരു സന്തോഷകരമായ നിമിഷമായിരുന്നു. മനസ്സിലുണ്ട്, നമ്മൾ സിനിമയിൽ കണ്ടില്ല, നമ്മൾ ഇതുവരെയ്ക്ക് നേരിട്ട് കണ്ടിട്ടില്ല. അവരാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പറയുമ്പോൾ അതൊരു ഭയങ്കര. ഇല്ല, അവിടെ പോയിട്ട് നമ്മൾ സിനിമയിൽ കണ്ട ഒരുവിധം, അതായത് ആ സിനിമയിലുള്ള മിക്ക ആൾക്കാരും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതിപ്പം ലാലേട്ടനായാലും മണിയമ്പിള്ള രാജേട്ടനായാലും അർഷാദായാലും ബിനു പപ്പൻ, ശോഭന മാം, ഇവരെല്ലാവരെയും നമ്മൾ ആദ്യമായിട്ട് കണ്ടു. ആ സിനിമ നന്നായി തന്നെ. എത്ര ദിവസം ആ സിനിമയുടെ ഭാഗം? ഞാൻ ഏകദേശം ഒരു 16 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. 16-17 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഓക്കെ. ഒരു
അത് ഈ രാവിലെ യൂണിഫോം ഇട്ട് വന്നിരിക്കുന്നു. രാവിലെ യൂണിഫോം ഇട്ട് വന്നിരിക്കുന്നു, ഷൂട്ട് ഉണ്ടെങ്കിൽ അവർ വിളിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് 2-3 ദിവസം ഷൂട്ടൊന്നും ഇല്ലായിരുന്നു. രാവിലെ വന്ന് യൂണിഫോം ഇടും, വൈകുന്നേരം അഴിച്ചു വയ്ക്കും, തിരിച്ചു വരും. അത് ഷൂട്ട് ഉണ്ടെങ്കിൽ അവർ വിളിക്കും, പോയി ചെയ്യും. അപ്പം ഇപ്പം പ്രവാസത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ചറിയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം ഈ സിനിമ വളരെ മെഗാ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി നിങ്ങൾ എവിടെ പോയെന്നാലും അയ്യോ നമ്മുടെ പോലീസുകാരനല്ലേ എന്നൊരു കൺസെപ്റ്റിൽ നിങ്ങൾ അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം, നമ്മുടെയൊക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിയട്ടെ എന്ന് പറയാം. അത് ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് വന്നിട്ട് താടി വളർത്തിയിട്ടാണ് നടന്നത്. ഈ സിനിമ റിലീസായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ താടിയും എടുത്തു. താടി വെച്ചിട്ട് പോയിട്ട് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിശ്വസിക്കുന്നില്ല. അത് ഒരു കാര്യം കറക്റ്റാണ് കേട്ടോ. എനിക്ക് അജിലിനെ അറിയാം, എന്നിട്ട് ഞാൻ ആ സിനിമ കണ്ട ആളാണ്. എനിക്ക് അജിൽ പറഞ്ഞപ്പോൾ അയ്യോ അത് അജിലായിരുന്നു. പക്ഷേ അതിൽ വേറൊരു വ്യത്യസ്തമായ ഇതെന്ന് പറഞ്ഞാൽ സുമേഷിനെ ആ കാണുന്ന സീനിൽ ഞാൻ അപ്പോഴേ തന്നെ ഞാൻ അത് കണ്ടിറങ്ങിയോണ്ട് സുമേഷിനെ ഫസ്റ്റ് വിളിച്ചു. സുമേഷ് നിങ്ങൾ അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ നിങ്ങൾ കൂടുതൽ ഇതിലുണ്ടായിരുന്നു, പക്ഷേ ഇത് ആകെ 3 സീനിലേ വരുന്നുള്ളൂ. പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലായിരുന്നു കേട്ടോ. അത് എൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു, അത് കട്ടായി പോയി. 2 സീൻ ഉണ്ടായിരുന്നു, അതിൽ ഒരു സീനാണ് വന്നത്. അപ്പോൾ ഇത് അവിടെ പോയപ്പോൾ തന്നെ സാറിനോട് പറഞ്ഞു ഓക്കെ ചേഞ്ച് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു. ഞാൻ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ അങ്ങനെ ഒരു നോട്ടം നോക്കി, ലുക്ക് വൈസ് സുമേഷ് ഏട്ടാ പെർഫെക്റ്റാ. പക്ഷെ ഒരു സൈഡിൽ ലാലേട്ടൻ ഉണ്ടാവും. ഇതാണ് എനിക്ക് തരുന്ന അഡ്വൈസ് പോണതിന് മുമ്പ്. ഒരു സൈഡിൽ ലാലേട്ടൻ ഉണ്ടാവും, ഒരു സൈഡിൽ ബിനു പപ്പ് ഉണ്ടാവും. എനിക്ക് അവിടെ സുമേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ മാത്രമേ കാണാൻ പാടുള്ളൂ. എന്തെങ്കിലും തരത്തിൽ മീറ്റർ ഒരു പൊടിക്ക് മേലോട്ടോ താഴോട്ടോ പോയാൽ അപ്പോൾ ഞാൻ തെറി വിളിക്കും. എന്നെ കൊണ്ട് തെറി വിളിപ്പിക്കരുത്. എനിക്ക് കിട്ടിയ അഡ്വൈസ്. ഇതും കഴിഞ്ഞ് ഞാൻ അവിടെ പോയി നിൽക്കുമ്പോഴേക്കും കാണുന്നത് ലാലേട്ടനും കൂടെ ആകുമ്പോഴേക്ക് എൻ്റെ കിളി പോയി ശരിക്കും സത്യം പറയാ. അത് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, അതില് സ്റ്റോറി എവിടെയും ആർക്കും റിവീൽ ചെയ്തിട്ടില്ല. ശരിക്കും എന്നെ പറ്റിക്കായിരുന്നു. ശരിക്കും ഇവിടെ ലാലേട്ടനെ ശരിക്കും ലാലേട്ടൻ്റെ ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ശരിക്കും വാദിക്കുന്നത്. പക്ഷെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ഒരു വാദപ്രതിവാദം നടക്കുന്നുണ്ട്, അതാണ് നിന്റെ ക്യാരക്ടർ ചെയ്യണത്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഗമയിലും ഓക്കെ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടെയല്ലേ. ശരിക്കും ഞാനൊരു ആന്റി ലാലേട്ടനായിട്ടാണ് ആ ഒരു ഷൺമുഖന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ആ കഥാപാത്രം. പക്ഷേ നന്നായി ചെയ്തു കേട്ടോ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, മീൻസ് ഈസി ആയിട്ട് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ ക്യാരക്ടർ അവിടെ തെളിഞ്ഞു. പക്ഷെ അതിന് എനിക്ക് കിട്ടിയ ഭാഗ്യം എനിക്ക് തോന്നുന്നു ആ കോർട്ട് സീൻ ഒറ്റ സീൻ മാത്രമല്ല നിങ്ങളുടെ ഫേസ് ആണ് വരുമ്പോ ബാക്കിയുള്ളതിന്ന് കുറച്ചുകൂടെ ഒരു വ്യത്യാസം തോന്നുന്നത് ആ ഒരു സീനാണ്. അല്ല അതാണ് പുള്ളി ആദ്യമായിട്ട് ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ വരുമ്പോൾ പുള്ളി അന്ന് താമസിച്ചാണ് വന്നത്. അപ്പം തരുൺ സാറ് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി വന്ന് ഞാൻ ഇരുന്നു, പുള്ളി എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ തരുൺ സാർ അവിടെ നിന്നിട്ട് മറ്റേ കൂടെ നിന്ന ആളുടെ അടുത്ത് പുള്ളിയെ ചൂണ്ടി എന്തോ പറഞ്ഞു. ഇത് പറഞ്ഞതാണ് ഈ മുഖം എവിടെ കൊണ്ട് നിർത്തിയാലും രജിസ്റ്റർ ആവും എന്നാണ് പറഞ്ഞത്. ദേവി തെറ്റിനി വിഗ് ഒന്നും വെച്ച് കൊളാക്കരുത്, സെയിം ഫേസിലെ പിടിച്ചോ, അത് നല്ലതാണ്. പക്ഷെ അന്ന് ഒരു 2-3 വർഷം മുമ്പാ പറയുന്നത്. 2-3 വർഷം മുമ്പുള്ള കാര്യം അന്ന് കാണുമ്പോൾ. അല്ല സുമേഷിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ സുമേഷിൻ്റെ ഇത് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. സുമേഷിൻ്റെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ സുമേഷ് എന്ന ക്യാരക്ടറിന് കിട്ടുന്ന ഒരു ആ ഫേസ് നല്ലൊരു ഇതാണ്. അത് ഏതായാലും വളരെ അടിപൊളിയായിട്ട് അത് യൂസ് ചെയ്തു. അത് ആ ഡയറക്ടറുടെ കഴിവ്. ഡയറക്ടർ ഐഡന്റിഫൈ ചെയ്തു ഇയാള് നമുക്ക് ആ ക്യാരക്ടറിനെ പറ്റിയതാണെന്ന്. പിന്നെ തിരിച്ചറിയുന്നു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ സംസാരിച്ച പോയിന്റ് ആക്ച്വലി തിരിച്ചറിഞ്ഞിട്ട് എന്നുള്ള രീതിയിലല്ല, എൻ്റെ നാട്ടുകാര് എൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കള് എന്നോട് പറയാണ് സുമേഷ് ഏട്ടാ അല്ല ഒരു സുമേഷ് എന്നാ വിളിക്കുക. എന്നോട് പറഞ്ഞു സുമേഷിന്റെ പിന്നെ ഒരു ഫ്ലെക്സ് നമുക്ക് വെക്കണം. ഞാൻ ശരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ലാലേട്ടന്റെ മുന്നിൽ ഒന്നും അല്ലാണ്ട് ഇങ്ങനെ വന്ന് നിന്ന ഒരു കുഞ്ഞ് സംഭവമാണ് ഞാൻ. എന്നോട് വന്നിട്ട് ഈ ലാലേട്ടന്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ഒരു ഫ്ലെക്സ് ഒക്കെ നാട്ടിൽ അടിച്ചു വെക്കാന്ന് പറഞ്ഞാൽ എനിക്കത് തീരെ മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അവര് പറയാ ഇത് നമ്മുടെ തീരുമാനമാണ്, നമുക്ക് എല്ലാവരുടെ ആഗ്രഹമാണ് സുമേഷ് ഏട്ടൻ ലാലേട്ടൻ്റെ കൂടെയാണ് നിന്നേ. അപ്പൊ ലാലേട്ടനോടുള്ള സ്നേഹമാണ് നമുക്ക് കാണിക്കാനിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് സുമേഷ് ഏട്ടൻ നമ്മുടെ ഒരു അഭിമാനമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പം എന്നെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഇന്ന് അവർ ഫ്ലെക്സ് അവിടെ കയറ്റാൻ പോകണം. അപ്പോൾ ഏതായാലും അത് വളരെ സന്തോഷം. ഒരു സിനിമയുടെ ഭാഗമായി നാട്ടിൽ മൊത്തം അറിയപ്പെട്ടു.
പ്രവാസ ലോകത്തും അറിയപ്പെടുന്നു. അപ്പം കൂടുതൽ ഈ തുടരും സിനിമ കൂടുതൽ വിജയങ്ങളിലേക്ക് പോട്ടെ. അതുപോലെ തന്നെ ഈ തുടരും സിനിമയുടെ ഭാഗമായ നിങ്ങൾക്കും കൂടുതൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. ഇനി അടുത്തൊരു പക്ഷേ ഈ ഓരോരുത്തരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം തന്നെ കിട്ടട്ടെ. ഓരോരുത്തർക്കും നല്ല ക്യാരക്ടർ കിട്ടി. അപ്പോൾ നമുക്ക് അഭിമാനിക്കാമല്ലോ, ഫസ്റ്റിൽ നമ്മുടെ ചാനലിലാണ് നിങ്ങൾ വന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുമല്ലോ ഫസ്റ്റിൽ ഇവരാണ് നമ്മളെ ഇത് ചെയ്തത്. അപ്പം ഏതായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ച നിങ്ങൾക്ക് അവർ TV 24/7 നന്ദി, നമസ്കാരം. അപ്പോൾ തുടരും എന്ന സിനിമ ഒരു വൻ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം നല്ലൊരു കിടിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ നമ്മളെല്ലാവരും തുടരും. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.